ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5,300 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2,600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ സമർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്ററുമാണ് വരുന്നത്. വളരെ ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടംപററി ബോക്സി ടൈപ്പ് എലവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ട് വീടിൻ്റെ ചുറ്റുമതിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി ഉണ്ട്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളവും KWA കണക്ഷനുമാണ്. കിഴക്ക് ഭാഗത്തേക്കാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്ര ഗ്രാനൈറ്റിൽ തീർത്തൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിന്റെ ചുറ്റുഭാഗങ്ങളിലായി ആവശ്യത്തിന് സ്പേസ് വിട്ടുകൊണ്ട് തന്നെയാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായൊരു TV യൂണിറ്റും അതിന് ബാക്ക്ഗ്രൗണ്ടായി നല്ലൊരു വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയ ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്കാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ താഴെയായി ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സോട് കൂടിയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. നല്ല രീതിയിൽ തന്നെ സൗകര്യമുള്ളൊരു കിച്ചനാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കും നമുക്കിവിടെ കാണാം. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഒരു മെയിൻ കിച്ചൺ എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഫിനിഷിങ്ങോട് കൂടിയാണ് ഇവിടിന്റെ വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ ചെയ്തുകൊണ്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിൽ കാണാം. അടുത്തതായി നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സെറ ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബ് ഇവിടെയും നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു എൻഡിലായി നമുക്ക് ഡബിൾ ഹൈറ്റഡ് ഏരിയയുടെ വ്യൂവും കാണാം. മനോഹരമായി തന്നെ ഈ ഏരിയയിൽ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ മൾട്ടിവുഡിൽ തീർത്ത ഒരു സ്റ്റഡി ടേബിളും ഈ ലിവിംഗ് ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം.
ഏകദേശം 15 അടിയോളം നീളം വരുന്ന വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മളിനി കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിലതുപോലെ തന്നെ അത്ര വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് വാർഡ്രോബും ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്കാണ്. ഈ വീട്ടിലെ 4 ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റു ബെഡ്റൂമുകളിലെല്ലാം പോലെ തന്നെ ഈ ബെഡ്റൂമിലും 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്കിവിടെ കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാൽക്കണിയുടെ റൂഫിൽ ജാളി വർക്കുകളും GI ട്യൂബുകൾ കൊണ്ടെല്ലാം മനോഹരമാക്കി തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. GI ട്യൂബ് കൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു നല്ലൊരു ഏരിയ തന്നെയാണ് ഈ വീടിന്റെ ബാൽക്കണി. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയൊന്ന് നോക്കാം. 5300 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.